ആശാപ്രവർത്തകർക്ക് അധിക വേതനം എന്ന UDF BJP പഞ്ചായത്തുകളുടെ പ്രചാരണം അതൊരു തട്ടിപ്പാണെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്നു. ഒരിക്കലും പ്രായോഗികമാകാത്തൊരു കാര്യമാണിത്. ആശാപ്രവർത്തകരെ കബളിപ്പിക്കുകയാണെന്നും MP രാജേഷ്. UDFും BJPയും രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുക രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇത് അപ്രായോഗികമാണെന്നുള്ളത് അറിയാത്തതുകൊണ്ടല്ല. ആശാ വർക്കർമാരെ കബളിപ്പിക്കാനുള്ള വേറൊരു നീക്കമാണ്. തൊഴിലാളികളാക്കണമെന്ന ആവശ്യം ഉയർത്താത്ത സമരം, ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാ വർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ വഞ്ചിക്കുന്നൊരു തട്ടിപ്പാണ് ഇപ്പോൾ UDFും BJPയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവ്. AB ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. മന്ത്രിയോട് നമുക്ക് നല്ല ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടവരാണ്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ടവരാണ്, നിലകൊള്ളേണ്ടവരാണ്. അവരാണ് പറയുന്നത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന്. എന്നാൽ അങ്ങനെ കബളിപ്പിക്കാതിരിക്കാൻ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? എത്രയോ ദിവസങ്ങളായി ആ പാവങ്ങൾ അവിടെ കിടന്ന്, ഇനി എന്ത് രാഷ്ട്രീയവും ആയിക്കോട്ടെ, അവരവിടെ കിടന്ന് വെയിലും മഴയും ഏറ്റ് കഷ്ടപ്പെടുകയാണെന്നുള്ളത് നമുക്ക് നേർക്കാഴ്ചയല്ലേ? അതിനെന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മന്ത്രി എന്തെല്ലാം പറഞ്ഞു എന്ന് പറയൂ ജയശങ്കർ. സ്മിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് UDFും BJPയും ഭരിക്കുന്ന പഞ്ചായത്തുകളും നഗരസഭകളും ആശാ വർക്കർമാർക്ക് പ്രത്യേകമായി അവരുടെ അലവൻസ് തുക കൂട്ടി നൽകുന്നൊരു സാഹചര്യമുണ്ട്. പഞ്ചായത്ത് ബജറ്റുകളൊക്കെ അല്ലെങ്കിൽ നഗരസഭാ ബജറ്റുകളൊക്കെ വരികയാണ്. ആ ബജറ്റിലാണ് തനത് ഫണ്ടിൽ നിന്ന് ഇത്തരത്തിൽ 2000 രൂപ വരെയൊക്കെ കൂട്ടി നൽകുന്ന ഇതുണ്ടായത്. ഇതിനെതിരെയാണ് മന്ത്രി, ഈ നടപടിക്കെതിരെയാണ് മന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ BJP UDF പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകൾ ഇങ്ങനെ പണം നൽകാൻ ശ്രമിക്കുന്നത് ഈ ആശാ വർക്കർമാരോടുള്ള ഒരു തട്ടിപ്പ് പ്രചരണ വേല എന്നാണ് മന്ത്രി പറയുന്നത്. ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ് ഇത്തരം പഞ്ചായത്തുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ആശാ വർക്കർമാരെ കബളിപ്പിക്കുന്ന നിലപാടാണ് ഇത്തരത്തിൽ ഈ UDFും ഒപ്പം തന്നെ BJPയും ഭരിക്കുന്ന പഞ്ചായത്തുകളും നഗരസഭകളും ശ്രമിക്കുന്നു എന്നാണ് ഇത്തരത്തിൽ മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ അത് ഇല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്ന ഇല്ലെങ്കിൽ സർക്കാർ അനുമതിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കബളിപ്പിക്കുന്ന, അവർക്കൊപ്പമുണ്ടെന്ന രീതിയിൽ കബളിപ്പിക്കുകയാണ്. നിയമപരമായി ഇത്തരത്തിൽ തനത് ഫണ്ടിൽ നിന്ന് പണം മാറ്റിവെച്ച് ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന കാര്യം അംഗീകരിക്കാനാകില്ല. ഒപ്പം തന്നെ അധികം ആശാ വർക്കർമാരുടെ സമരത്തെയും തള്ളുന്നുണ്ട്. കാരണം ഇവരുടെ സ്ഥിരപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല ഈ ഒരു സമരം, അതിനപ്പുറത്തേക്കുള്ള ആവശ്യങ്ങളാണ്. ഈ സമരമൊക്കെ തുടങ്ങുന്ന ഘട്ടം മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഈ സമരത്തിൻ്റെ ആദ്യ ദിനം മുതലുണ്ടായിരുന്നു. അന്ന് മുതൽ അവർ ഉന്നയിച്ച ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിൽ പല ആവശ്യങ്ങളും അവർ ആ ഘട്ടങ്ങളിൽ സർക്കാർ ചർച്ച നടത്തിയും അല്ലാതെയും ഒക്കെ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും സമരത്തിലാണ്. ആ ഘട്ടത്തിൽ പോലും തുടക്കം മുതലുണ്ടായിരുന്ന ഈ ആശാവർക്കർമാരോടുള്ള ഒരു നിഷേധാത്മക നിലപാട് മന്ത്രിമാരുടെയും ഒപ്പം ഇടതുപക്ഷ നേതാക്കളുടെയും നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോഴും മന്ത്രി. അത് ഇവർക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒന്ന്, മറുവശത്ത് അവരെ സഹായിക്കാൻ അവർക്കൊപ്പം നിൽക്കുന്ന പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളെ അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അവരെ കബളിപ്പിക്കുകയാണെന്ന വിമർശനങ്ങളും ഉന്നയിക്കുകയാണ്. 20-ലേറെ തദ്ദേശ സ്ഥാപനങ്ങളാണ് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ് ആശാ വർക്കർമാർക്ക് വേതനം കൂട്ടി നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ചെറിയൊരു ആശ്വാസമായിരുന്നു. അപ്പോഴാണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൂടി വരുന്നത് അല്ലേ?